ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കടലും നിലാവും. അപ്പം നമ്മൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുക്കിംഗ് വീഡിയോസ് ഇടാൻ പോവാണ് ഗൈസ്. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടിക്കൂട്ട് കുക്കർ ചെമ്മീൻ ബിരിയാണി. ചെമ്മീൻ ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഗ്യാസ് കത്തിച്ചിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം കേട്ടോ. അസിസ്റ്റന്റ് എൻ്റെ നാത്തൂൻ അനിയത്തി. ഓക്കെ ഗൈസ്, നമ്മൾ കുക്കറാണല്ലോ വെക്കുന്നത്, അപ്പോൾ കുക്കറാണ് മെയിൻ സാധനം. പിന്നെ നമുക്ക് ഉപ്പുണ്ട്, ഇത് ജീരകശാല അരിയാണ്, ചിരത്തരി. പിന്നെ മസാലാസ് കുറേ എനിക്ക് തോന്നുന്നത് ബിരിയാണി മസാല, മല്ലി, മഞ്ഞൾ, മുളക്, കുരുമുളകൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ സവാള, തക്കാളി, പിന്നെ കറിവേപ്പില, മല്ലി ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, മുളക്. പിന്നെ നമ്മളെ ചെമ്മീൻ ഞാൻ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത്ര സാധനം പോരെ? മതിയാവും, പോയി വെക്കാം, ഉണ്ടാക്കി വെക്കാം. അത് ഡാബ്സിന്റെ വീഡിയോ കണ്ട് അല്ല ക്യാപ്ഷൻ ഇടുമല്ലോ, പോയി വെക്കാന്ന്. അപ്പൊ എല്ലാം പോയി വെക്കാം, പോയി വെക്കാം. വെളിച്ചെണ്ണ മറന്നുമായിരുന്നു കേട്ടോ. വെളിച്ചെണ്ണ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അലവസി പോരെ? രണ്ടും ഇങ്ങനെ നോക്കാം. ഞാനിത് എത്താതൊന്നും ഇവിടെ കയറിയിരിക്കുക. ഇനി ചൂടായി വരുമ്പോ നമുക്ക് ആ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. തിരക്കൂട്ടണ്ട. ചൂടായോ? നന്നായിട്ടുള്ളൂ. ഒരാളിട്ടാ മതി. നമുക്ക് ആദ്യം ഒന്ന് സവാള വഴറ്റി കൊടുക്കാം ഗൈസ്. പരസി ഉപ്പിടാവോടാ, വയറാണല്ലോ, വയറ്റാനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എക്സ്പേർട്ട് ആയിട്ടാണ് ഇതൊക്കെ വയറ്റിക്കൊണ്ടിരിക്കുന്നത്. വയറ്റാനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഗ്യാസ് കത്തുന്നുണ്ടല്ലോ അല്ലേ? ഗ്യാസ് അപ്പൊ തീരുന്നറിയില്ല ഗൈസ്. തീർന്നാൽ നമ്മളെ ബിരിയാണി ഇന്ന് ഫ്ലോപ്പ്, രാത്രി പട്ടിണി. ഓക്കെ, നമ്മളിത് വയറിന് വരട്ടെ കേട്ടോ, എന്നിട്ട് കാണാവേ. ബിരിയാണി വേണോ? ഇവിടുത്തെ രാജാവാണ് ഗൈസ്. ഫേസ്ബുക്കിലുള്ളവർക്ക് എന്നെ പരിചയമുണ്ടോ? ഇല്ല. അപ്പൊ ഗൈസ്, ഫേസ്ബുക്കിൽ എന്നെ കാണുന്നവരോട് ഇതാണ് ഞങ്ങളുടെ മകൻ സ്കൈ ആകാശം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. തലകുലിക്കൽ സബ്സ്ക്രൈബ് ആണ് ഗൈസ്. ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിട്ട് ഉള്ളി വയറ്റാൻ വന്നിട്ടോ, സമ്മതിക്കില്ല. ഞാനും ഫസ്റ്റിയാണ്. നിങ്ങൾക്ക് ഞാൻ എന്റെ സ്ഥാനം വിട്ടെന്നൊക്കെയോ പണ്ടുള്ള വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ ഇതൊക്കെ ഇട്ട് കൊടുത്താലോ? ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പ്ലസ് പച്ചമുളക് ഇട്ട് കൊടുക്കുവാണേ. ഇതെന്താണ് പ്ലസ് പച്ചമുളക് എന്ന് ചോദിക്കരുത്. ആദ്യം ഞാനാണ് എല്ലാ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ ഫസ്റ്റ് ഞാൻ പറയും. കാരണം അല്ലെങ്കിൽ നീ എൻ്റെ ക്രെഡിറ്റ് നീ എടുക്കും. ഇതെൻ്റെ ഫസ്റ്റിൻ്റെ ബിരിയാണി. ഓക്കെ, ഇനി നീ വായിക്കോ. തക്കാളി ഇട്ട് കൊടുക്കുന്നു. കുഞ്ഞുകുഞ്ഞ അരിഞ്ഞ തക്കാളി എല്ലാം ഫസ്റ്റ് ഇടുമ്പോൾ ഞാനാണ്. മാസ്റ്റർ ഷെഫ് ഞാൻ, നിങ്ങളൊക്കെ അസിസ്റ്റൻസ്. ഇനി തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് വരണം. തക്കാളി ബിരിയാണി ഉള്ളി ബിരിയാണി ആവുമെന്നാണ് എൻ്റെ ഡൗട്ട്. തക്കാളി ബിരിയാണി ആവാൻ ചാൻസ് ഇല്ല. ഓക്കെ, നന്നായി വയ്ക്കോ. നല്ല മണം വരുന്നുണ്ട്. അത് ലാസ്റ്റ് കൊടുക്കാം. അപ്പൊ നമ്മൾ മല്ലിയില കറിവേപ്പ് ഇടുവാണേ. ഇതൊക്കെ നിങ്ങൾ ബിരിയാണിയിൽ ഇടണ്ടോന്ന് ചോദിക്കരുത്, ഞങ്ങൾ ഇടാറുണ്ട്. കറിവേപ്പിലൊന്നും എൻ്റെ ഉമ്മ ഇടാറില്ല. പാത്രം നീ
ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ കണ്ടോ? ഇനി നീ വീഡിയോ എടുത്തോളൂ. കാണാനുണ്ട്. മസാല ഇടാം. കട്ട് കട്ട് മസാല ഇടാൻ പോവാണേ. എന്തൊക്കെ മസാല ഇത് ഇത് നേരത്തെ പറഞ്ഞില്ലേ, മഞ്ഞള്, മുളക്, കുരുമുളക്, പിന്നെ ഏലം, ഇഞ്ചി, റോസാപ്പൂ അല്ല അങ്ങനെ ഉണ്ടല്ലേ. ഓക്കെ, ഇനി നമുക്കിത് നന്നായിട്ട് ഇതാക്കി കൊടുക്കണം. ഇതാക്കിയോ? ഇളക്കി. നമുക്ക് ഇത് വെന്ത് വരണം, മസാല വേണം. ഉപ്പും മുളക് ഇച്ചിരി ഫിഷ് മസാലയും ചേർത്ത് മാറിനേറ്റ് ചെയ്ത് ചെമ്മീൻ അടയുവാണ്. ഓക്കെ, അടിയാവൂല്ലോ കുക്കറിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോണോ? ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ചെമ്മീൻ ഒന്ന് ഇച്ചിരി വെന്ത് വന്നോട്ടെ കേട്ടോ. ഓക്കെ, നമുക്ക് അരിയിട്ട് കൊടുക്കാം. ഇത് മസാല ഇതേ നല്ല മണവും വന്ന് സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അരി ചെമ്മീൻ വെന്ത് തുടങ്ങി, ചെമ്മീൻ വെള്ള വെന്ത് കളറായിട്ട്. തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെടുക്കാം, അരി ഇടാവേ. ഞാനിട്ട് ലാസ്റ്റ് പുറത്തേക്ക് അരിക്കും. ഞാൻ വെച്ചാണോട് പറയല്ല, മസാലയുടെ ടേസ്റ്റ് ഉണ്ട്. കറക്റ്റ് മസാല എന്നെ കൊടുത്ത്. ഇനി എന്തൊക്കെ വേണ്ട വേണം എന്നുള്ളത് കുറച്ച് പറയും. ഓക്കെ, നമ്മളിനി വെള്ളം ഒഴിച്ച് കൊടുക്കാനേ ഇത് വേവാനുള്ള. പരസി കുറച്ചും കൂടെ മതിയേ. ജസ്റ്റ് അരി മുങ്ങി ജസ്റ്റ് ഇതൊന്നായാൽ മതി. വളവെടുത്തോ? അതിൽ എത്ര ഉണ്ടെന്നുള്ളതൊക്കെ അതൊന്നും ആവശ്യമില്ല. കാരണം ഉണ്ടല്ലോ. അതന്നെ ഞാൻ പറയുന്നത്. കുക്കറിലൊക്കെ മാത്രമേ വേണ്ടി വരില്ല. അതൊഴിച്ചോ? ഓക്കെ, ഓക്കെ. കുറച്ചുകൂടെ വേണ്ടി വരും. ഇതിലൊന്നും ഇതില്ല, വോയിസ് ഓവറൊന്നും ഇല്ലേ? ഉപ്പ് പാകത്തിന്. ഉപ്പ് ഗൈസ്. അപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് അറിയാമോ? അരിയിട്ട് വെള്ളം ഒഴിച്ചു, എന്നിട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, കുക്കർ അടിച്ചിട്ട് ഒരു വിസിൽ അടുപ്പിക്കാൻ പോകുന്നു. കുക്കറിൽ വിസിൽ അടിഞ്ഞാൽ മതിയായിരുന്നു. കുക്കർ അടയുന്നുണ്ടോ? ഗൈസ് ഓക്കെ, ഓൾ സെറ്റ്, ഓൾ സെറ്റ്. പപ്പടാക്കാം. ഓ അല്ല മോനെ, നമുക്ക് ബിരിയാണി ഒന്നും വേണ്ടേ? ഓ പിണങ്ങി കിടക്കുന്നതാണോ? ഗൈസ് വിസിൽ വരാൻ പോകുന്നു. വരുമായിരിക്കൂലേ? കുറെ നേരം ഇങ്ങനൊരു ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട്. ചോറ് വന്ന് ഇതായി പോകുന്നറിയില്ല. ഇപ്പൊ സാഹചര്യം അനുസരിച്ച് പാട്ടാ പറ്റിയ പാട്ട്. ഒന്ന് കണ്ണു നട്ട് കാത്തിരുന്നിട്ട് പോവാത്. മറ്റേത് എന്റെ ഒന്നും വന്നില്ല. ആ രണ്ട് പാട്ടാണ്. ഇരോ വിസിൽ വരാൻ പാടുണ്ട് ഗൈസ്. കുക്കർ പറ്റിച്ച് അത് വെന്തുണ്ടാവും. ഇത്രയൊന്നും വേവില്ല. അരിവേശാലായിരിക്കും. വിസില് ഇത് നമ്മൾ ഓഫ് ചെയ്തു. വെള്ളം പോയി നോക്കാം. സെറ്റ് ഗൈസ്. നമ്മളെ ബിരിയാണി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. കഴിച്ചു നോക്കണം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ അല്ലേ? ഉള്ളത് കഴിച്ചാൽ ഉപ്പ് നോക്കിക്കേ. ഉപ്പ് കറക്റ്റ്. ഉപ്പ് വേണം. മല്ലിച്ചപ്പ് ലാസ്റ്റ് ഇട്ടിട്ട് ഒന്നും കൂടെ ഇതാക്കി കൊടുക്കാം. ഓക്കെ, ചെമ്മീൻ ബിരിയാണി വിളമ്പാം.
ഓക്കെ, ഞാൻ ഇച്ചിരി ഷോപ്പ് വിളമ്പും, ബാക്കി നിങ്ങൾ വിളമ്പണേ. എല്ലാവർക്കും ഇച്ചിരി ഇച്ചിരി ഞാൻ വിളമ്പി തരും, ബാക്കി നിങ്ങൾ വിളമ്പിക്കണം. അതിൽ ചെമ്മി വരുന്നുണ്ടാവും, എടുത്തു കേട്ടോ. ഇച്ചിരി എനിക്ക് കൂട്ടോടാ. അപ്പളം വേണ്ട, അപ്പളം. അപ്പഴം ചെമ്മീൻ തപ്പാണ് ഗൈസ്. ചെമ്മീൻ ബിരിയാണി പറ്റിക്കാണോ ഗൈസ്? നല്ല നമ്മളുള്ള ചെമ്മീനല്ലേ ഇടാൻ പറ്റും, ഇല്ലാത്ത ഇടാൻ പറ്റില്ലല്ലോ. എനിക്ക് അയച്ചിട്ടെടുക്കാം ഗൈസ്. പാത്തു സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി, കുക്കർ ചെമ്മീൻ കുക്കർ ബിരിയാണി, കുക്കർ ചെമ്മീൻ ബിരിയാണി, പട്ടവർ, പിന്നെ കട്ടൻ ചായ, പപ്പടം ഒക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ടേസ്റ്റ് മുന്നേക്ക് ചെയ്തിന്, എന്നാലും ചെയ്തോ ഞങ്ങൾ നോക്കിയാണ്. നല്ല മണമുണ്ടാ, മണം മാത്രമേ ഉണ്ടാവുള്ളൂ. കൊള്ളാം, ശരിക്കും കൊള്ളാം. തിന്നു വന്ന കാര്യം അസിസ്റ്റന്റ് ഇഷ്ടപ്പെട്ടില്ല. കൊള്ളാം കൊള്ളാം. പായിലെത്തിയില്ലല്ലോ. എല്ലാം കറക്റ്റാ, ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഇരുന്ന് ബിരിയാണി കഴിക്കട്ടെ. നിങ്ങൾ എളുപ്പപ്പണി ഉള്ളവർ, മടിയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ബിരിയാണിയാണിത്. ഓക്കെ, പ്രത്യേകിച്ച് താങ്കൾക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഡു ഫോളോ, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. ഓക്കെ, ടാറ്റാ.